എന്തിനാ ഇത്ര നേരത്തെ പോന്ന്? നിന്റെ കല്യാണം എന്നല്ലല്ലോ, നിന്റെ അനിയത്തിൻ്റെ കല്യാണമല്ലേ. വീട്ടിൽ അമ്മ മാത്രമല്ലേ ഉള്ളൂ, ഒരു സഹായത്തിന് ഞാൻ കൂടെ പോണ്ടേ അമ്മേ? മോളെ, ഇവൻ്റെ കല്യാണത്തിന് ഈ വീട്ടിലെ സകല പണിയും ഞാൻ ഒറ്റയ്ക്ക് എടുത്ത്. നീ പോയിട്ട് അവിടെ പെയിന്റ് അടിക്കുകയും പന്തൽ കിട്ടുമൊന്നും വേണ്ടല്ലോ, ഇവിടെ നിന്നാ മതി, പോണ്ട. അമ്മ പറഞ്ഞത് ശരിയാണ്. ഒരാഴ്ച മുന്നേ പോകേണ്ട കാര്യമൊന്നുമില്ല, തലേന്ന് പോയാൽ മതി. ഏട്ടാ, ഞാൻ പറയുന്നൊന്ന് മനസ്സിലാക്കി. വീട്ടിൽ അമ്മ ഒറ്റയ്ക്കേ ഉള്ളൂ, എനിക്ക് കല്യാണത്തിന് പോകണോ? നീ പറയുന്നേ അങ്ങോട്ട് കേട്ടാ മതി. പിന്നെ നിന്നോടൊരു കാര്യം പറഞ്ഞുതരാം, നമ്മൾ കല്യാണത്തിൻ്റെ അന്നേ വരും, തലേന്നേ വന്നിട്ട് കെട്ടിക്കിടക്കാനൊന്നും എന്നെ കൊണ്ടാവൂല. എനിക്കും കയ്യല്ല അമ്മേ. ഏട്ടാ, നാളെയാണ് വീട്ടിൽ നിന്ന് സ്വർണം വാങ്ങാൻ പോകുന്നത്, നമ്മളെന്തും കൊടുക്കണ്ടേ? അയ്യടാ, എന്തോന്നും കൊടുക്കേ? ഒന്നും കൊടുക്കാനില്ല. അതല്ലമ്മേ, ഇവിടുന്ന് ഒന്നും കൊടുക്കണ്ട. എന്റെ സ്വർണത്തിന് എന്തെങ്കിലും എടുത്ത് കൊടുക്കാനാ. എന്റെ അച്ഛനില്ലാണ്ടായി പോയില്ലേ, അച്ഛനുണ്ടെങ്കിൽ എനിക്ക് തന്ന പോലെ ഓക്കൂ. അതിനതെല്ലാം പണയത്തിലല്ലേ ഉള്ളേ. ഞാൻ കുടുംബശ്രീയിൽ ലോണ് പറഞ്ഞിട്ടുണ്ട്, അത് കിട്ടിയിട്ട് തിരിച്ചെടുക്കാം. അതെനി എടുക്കാനൊന്നും ആവില്ല, ഞാനത് വിറ്റിന്. വിൽക്കാനാ? എന്നോട് ചോദിക്കണ്ട. നീ എന്നാണ് ഇങ്ങനെ ചാടി കടിക്കുന്നേ? അതെന്റെ മോന് കിട്ടിയതല്ലേ, ഓനെന്തെങ്കിലും ആവശ്യം വന്നേരം എടുത്തിട്ടുണ്ടാവും, ചിലപ്പം വിൽക്കുകയും ചെയ്യും. അതിനിപ്പോ ആരെയാന്ന് ബോധിപ്പിക്കണ്ടേ? എന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാ വീട്ടിൽ നിന്ന് സ്വർണം തന്നു. ഏട്ടനൊരു ആവശ്യം പറഞ്ഞപ്പോ ഞാനത് എടുത്തു കൊടുത്തതുമല്ലേ. അത് പക്ഷെ പണയം വെക്കാനെന്ന് പറഞ്ഞിട്ടല്ലേ അമ്മ. എന്തിനാ വിറ്റിനെ? ഇനി അങ്ങനെയൊന്നും ഉണ്ടാക്കി തരാൻ പറ്റുവാ? ഇല്ലല്ലോ. ഓൻ വിറ്റിട്ടുണ്ടെങ്കിൽ ഓൻ അതിൻ്റെതായ എന്തെങ്കിലും ആവശ്യം ഉണ്ടാവും. എന്താവശ്യം അമ്മേ? ഏട്ടന് ജോലിയുണ്ട്, വീടുണ്ട്, പിന്നെ എന്താവശ്യം എന്നുള്ളത്? നിങ്ങളുടെ കല്യാണം നടത്തി തന്നത് ഞാനാണ്, അതിന്റെ കടം മൊത്തം വീടണ്ടേ? പിന്നെ എന്റെ മോളെ കല്യാണം നടത്തിയ കടം, ഇതെല്ലാം വീട്ടാൻ പൈസ വേണ്ടേ? എന്റെ സ്വർണം മനസ്സ് കണ്ടോടാണോ മോന്റെ മോളുടെ കല്യാണം നടത്തിയേ? നിനക്ക് തിന്നാനും ഉടുക്കാനും എല്ലാം തരുന്നില്ലേ? നിനക്ക് എന്തെങ്കിലും ഒരു കുറവും വരുത്തുന്നുണ്ടാ? ഇല്ലല്ലോ. അപ്പൊ നിന്നെ പോറ്റുന്നതിന്റെ കൂലിയായിട്ട് വിചാരിച്ചാ മതി. ശരി, സമ്മതിച്ച്. പക്ഷെ ഒരു കാര്യം ചോദിച്ചോട്ടെ, എന്റെ കയ്യിലുള്ള സ്വർണം മൊത്തം തീർന്ന നിങ്ങൾ എന്നാ ചെയ്യാ? എന്നെ പട്ടിണിക്കിടുവാ? പറ. അമ്മേ, മരുമക്കൾ കൊണ്ടുവരുന്ന സ്വർണത്തിന്റെ എണ്ണവും തൂക്കവും നോക്കിയിട്ടല്ല അവർക്ക് തീറ്റയും വെള്ളം കൊടുക്കണ്ടേ, അവരെ സ്നേഹിക്കണ്ടേ? എന്റെ അനിയത്തിനെ കല്യാണം കഴിക്കാൻ പോകുന്ന ചെക്കനും വീട്ടുകാരും എന്നാ പറഞ്ഞെന്നറിയോ? ഞങ്ങൾ അവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ മര്യാദ കൊണ്ട് ഞങ്ങളോട് സ്വർണ്ണമൊന്നും വേണ്ടാന്ന് പറഞ്ഞു. അവർക്ക് എന്തെങ്കിലും വേണമെങ്കിൽ അവൻ വാങ്ങിച്ചു കൊടുത്തോളൂ, അത് അവര് പൈസക്കാരായോണ്ടെന്നല്ല. പക്ഷെ നിങ്ങൾ എന്താ അമ്മ ചെയ്ത്? എന്നെ കല്യാണം കഴിക്കാൻ പോകുന്ന സമയത്ത് മോളെ കെട്ടിച്ചു വിട്ട സ്വർണത്തിന്റെ എണ്ണവും വണ്ണവും കണക്കും പറഞ്ഞിട്ട് ഒരു ദിവസം എനിക്ക് സ്വസ്ഥത തന്നിട്ടുണ്ടാ? ഇല്ലല്ലോ. ഈ വീട്ടിലേക്ക് വിലയില്ലാണ്ടായി പോരെന്ന് വെച്ചിട്ട് നാട് നീളം നടന്ന കട എടുത്തിട്ടാ ആ മനുഷ്യനേക്ക് സ്വർണം വാങ്ങിച്ചു തന്നെ. എന്നിട്ട് നിങ്ങളത് വിറ്റ് കളഞ്ഞില്ലേ? എങ്ങനെ തോന്നി അമ്മേ? നിങ്ങളെല്ലാം വന്നാലും ശരി, വന്നില്ലെങ്കിൽ ശരി, ഞാൻ പോവാ.